തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി 21 പേർ മരിച്ചു. തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലിൽ കാണാതായ 7 പേരുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്തയും വരുന്നുണ്ട്. പുതുച്ചേരിയിൽ ദുരിതബാധിതർക്ക് സർക്കാർ സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിന് ശേഷമാണ് തിരുവണ്ണാമലൈ VUC ടൗണിൽ മണ്ണിനടിയിലായ 7 പേരെ കണ്ടെത്തിയത്. അണ്ണാമലയാർ കുന്നിന് താഴെ താമസിക്കുന്ന രാജ്കുമാർ, ഭാര്യ മീന, മക്കളായ ഗൗതം, ഇനിയ എന്നിവരും രാജ്കുമാറിന്റെ സഹോദരന്റെ 3 മക്കളുമാണ് മരിച്ചത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് VUC ടൗണിൽ താമസിക്കുന്നവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ഊട്ടിയിൽ വീടിന്റെ ഭിത്തി ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചതോടെ ഫിഞ്ചാൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി കവർന്ന ജീവനുകൾ 21 കൃഷ്ണഗിരിയിൽ ഇന്ന് കനത്ത മഴയാണ് പെയ്തത്. സേലം തിരുപ്പത്തൂർ ഹൈവേയിലെ ഉത്തൻകരൈ ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും മുങ്ങി. പുതുച്ചേരിയിലും വിഴുപ്പുറത്തും കടലൂരിലും വീടുകളിൽ നിന്ന് വെള്ളമിറങ്ങി തുടങ്ങി. വിഴുപ്പുറത്തും കടലൂരിലുമായി 4000-ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. തിരുവണ്ണാമലയിൽ 147 ക്യാമ്പുകളിലായി 7776 പേരാണ് കഴിയുന്നത്. റേഷൻ കാർഡുള്ള എല്ലാ കുടുംബങ്ങൾക്കും 5000 രൂപ വീതം പുതുച്ചേരി സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. വീട് തകർന്നവർക്കും കൃഷി നശിച്ചവർക്കും പ്രത്യേകം തുക നൽകും. വിഴപ്പുറത്ത് റെയിൽവേ ട്രാക്കുകളിൽ വെള്ളം കയറിയതിനാൽ 10 ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കി. വൈദ്യുതി ബന്ധം പലയിടത്തും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ.